വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. അതായത് ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്റർ കേട്ടോ. ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്റർ, അതായത് പാഠം വെച്ച് നോക്കുമ്പം 9ാമത്തെ ചാപ്റ്ററാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് തിരിച്ചപ്പം അതിൻ്റെ 3ാമത്തെ പാഠമാണ് എന്ത് വരുന്നത്? സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് കേട്ടോ. പാഠം കണ്ടോ? കോശങ്ങളും. സെൽ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം കോശങ്ങൾ എന്നാണ്. സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ കോശജാലങ്ങൾ എന്നാണ് കേട്ടോ. പാഠത്തിൻ്റെ പേര് മനസ്സിലായല്ലോ. അപ്പോൾ എന്തോ ഞങ്ങൾ ഈ സെല്ല്, പാഠത്തിൻ്റെ പേര് തന്നെ സെല്ലെന്നല്ലേ. എന്താണ് ഈ സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോശം എന്നാൽ എന്താണ്? നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണ് കേട്ടോ. നമ്മുടെ ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശമാണ്. കോശം സജീവമായിരുന്നാലേ നമ്മുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ. ജീവകോശത്തിൽ ഒട്ടേറെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനാവശ്യമായതെല്ലാം നമ്മുടെ കോശത്തിലുമുണ്ട്. അതുകൊണ്ടാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം ആണെന്ന് പറയുന്നത്. കോശത്തിലെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാമാണെന്നും അവയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് കേട്ടോ. കോശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണെന്നറിയോ? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പം സെൽ എന്നാൽ എന്താണ് നോക്കൂ. നിങ്ങൾ ഇവിടെ നോട്ട് തന്നേക്ക് നോക്കിയേ. സെൽ ഈസ് ദ സ്മാളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. സെൽ ഈസ് ദി, വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ, സ്മാളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. നിങ്ങളുടെ ടെസ്റ്റ് സെൽ എന്നാൽ എന്തെന്ന് തന്നിട്ടില്ല, പക്ഷെ എന്താണ് സെല്ലെന്ന് നമുക്കറിയണ്ടേ. കോശം എന്നാൽ ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഘടനാപരവും പ്രവർത്തനപരവുമാണ് കേട്ടോ. പ്രവർത്തനപരവുമായ യൂണിറ്റാണ് കോശം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ സെൽ എന്നാൽ എന്തെന്നാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് അങ്ങനെ എഴുതിയെടുക്കുക കേട്ടോ. ഇനി എന്താണ് ഈ കോശ വിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്നാൽ എന്താണ്? സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം. സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സെൽ ബയോളജി അല്ലേ. ഇറ്റ് ഈസ് എ വെരി ബ്രോഡ് ആൻഡ് ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കുഞ്ഞുങ്ങളെ കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. ഒറ്റ വാക്ക്. അപ്പം കോശം, സെല്ലല്ലെങ്കിൽ കോശം എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഏതൊരു ജീവിയുടെയും ഏറ്റവും ചെറിയ ഘടന കേട്ടോ, സ്ട്രക്ചർ, ഘടനയും അതുപോലെ തന്നെ അത് പ്രവർത്തനവുമായിരിക്കണം. അല്ലെങ്കിൽ അത് ഡെഡ് സെൽ എന്ന് പറയും അല്ലേ. ഡെഡ് സെൽ അല്ല, ഇവിടെ നിങ്ങൾക്ക് ഒന്നും വേണ്ട. പ്രവർത്തനപരവുമായ യൂണിറ്റിനെയാണ് നമ്മൾ കോശം അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. സെല്ലിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ കോശവിജ്ഞാനീയം എന്ന് പറയുന്നു. ആ രണ്ടെണ്ണം ഓക്കെ ആണോ നിങ്ങളെ കേട്ടോ? വാരി വലിച്ച് ഞാൻ ഓട്ട് തരുന്നില്ല, പ്രധാനപ്പെട്ടത് നോക്കിയാണ് തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ടെസ്റ്റ് നോക്കൂ. നിങ്ങളുടെ മലയാളം മീഡിയത്തിൻ്റെയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നോക്കണേ. കാരണം സംഭവം എന്താണെന്ന് അറിയണ്ടേ. നോക്കിക്കേ, 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ് ഇത്. 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ് ഇത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷ്ണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പം ഞാനൊന്ന് വായിക്കാം. കോർക്ക്, റോബർട്ട് ഹുക്ക് എന്ന ഒരു ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പ്, അറിയാമോ നിങ്ങൾ? മൈക്രോസ്കോപ്പ് അവർ കണ്ടുപിടിച്ചു അല്ലേ. കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലൂടെ നടത്തിയ ഒരു പരീക്ഷണമാണ് അല്ലേ കോർക്ക് എന്ന് പറയുന്നത്. കോർക്കൊക്കെ എന്താണ്? നമ്മുടെ ഈ മരത്തിൻ്റെ വലിയ നമ്മുടെ ഈ പ്ലാവ്, ആഞ്ഞിലി അങ്ങനെയൊക്കെയുള്ള മരമില്ലേ കുഞ്ഞുങ്ങളെ, ആ മരത്തിൻ്റെ നിങ്ങൾ നോക്കിയാൽ അറിയാം അതിൻ്റെ പുറമേ ഉള്ള പാളി ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നല്ലപോലെ ശ്രദ്ധിച്ച് അതിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ അറിയാം അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള പാളി ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പാർട്ട് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അതായത് ഇവിടെ കോർക്കെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൻ്റെ കഷ്ണത്തെ അദ്ദേഹം എടുത്ത് നിരീക്ഷിച്ചു. അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറിയ ഭാഗങ്ങൾ, അവ ഒന്നല്ല 1000 എണ്ണം അതിനകത്തിൽ കണ്ടു. അതിനെ അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് വിളിച്ചു. ആരാ കുഞ്ഞുങ്ങളെ? ഇവിടെ പടം കണ്ടോ? അതുകൊണ്ട് ഇദ്ദേഹമാണ് റോബർട്ട് ഹുക്ക്.
1635 ജനിച്ചു, 1703 അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടുപിടിച്ചതിൻ്റെ ഒക്കെ ഡേറ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 1000 എണ്ണമല്ല, അദ്ദേഹം ആ ഒരു ചെറിയ കോർക്ക് എടുത്തിട്ട്, കോർക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ മരത്തിൻ്റെ തൊലി, ബാർക്കെന്നും നമ്മൾ പറയാം അല്ലേ, ബാർക്ക് മരത്തിൻ്റെയൊക്കെ തൊലി. അപ്പോൾ അത് എടുത്തിട്ട് എന്താ അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിച്ചു അല്ലേ. നിരീക്ഷിച്ചപ്പോൾ എന്താ, ഒരു അറയല്ല അതിനകത്തിൽ കണ്ടത് അല്ലേ, 1000 അറകൾ കണ്ടു. അദ്ദേഹം അതിനെ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു. അദ്ദേഹമാണ് സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് പേരിട്ടത് കേട്ടോ. കോശം കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്കാണ്. കാരണം അദ്ദേഹമാണ് അതിന് പേരിട്ട് അത് സെല്ലുകളാണെന്ന് പറഞ്ഞത്. ഓരോന്നും മനസ്സിലാക്കി പോണേ. തുടർന്നുള്ള വർഷങ്ങളിൽ എന്നാൽ പിന്നീടോ അദ്ദേഹം അത് കണ്ടുപിടിച്ചു, കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ കണ്ടുപിടിച്ചു. ഇതിനകത്തിൽ ആ ഒരൊറ്റ ഒരെണ്ണം പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. പിന്നീട് എന്താ നോക്കിക്കേ, തുടർന്നുള്ള വർഷങ്ങളിൽ ആൻറ്റൺ വാൻ ലീവൻ ഹോക്ക്, പേര് നല്ലപോലെ നോക്കണേ, ആൻറ്റൺ വാൻ ലീവൻ ഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അതാ കറക്റ്റ് ഇവിടെ കുളം എന്ന് പറയുന്നെങ്കിലും സ്റ്റഗ്നൻ്റ് വാട്ടർ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട്, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അല്ലേ, കുറച്ചെടുത്തുകൊണ്ട് പോയിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഈ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം നോക്കി. അന്നേരം എന്താ പറഞ്ഞേ, ഒരു തുള്ളി വെള്ളത്തിൽ അദ്ദേഹം നോക്കിയപ്പോൾ എന്താ, ഒരുപാട് അതിസൂക്ഷ്മ ജീവികളെ അദ്ദേഹം അതിനകത്ത് കൂടി കണ്ടെത്തി എന്ന് പറയുന്നു. അപ്പോൾ ആ ഫസ്റ്റ് പേജിൽ ഇത്രയും കാര്യം പറയുന്നുള്ളൂ. 2 പേരാണ് കോശങ്ങൾ കണ്ടുപിടിച്ച ആൾ ആരാണെന്നും അതിനുശേഷം എന്താ ഈ വെള്ളത്തിനകത്തിലും എന്താ സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആളും, ആ 2 എണ്ണേ ഈ ഫസ്റ്റ് പേജിനകത്തിൽ പറയുന്നുള്ളൂ കേട്ടോ. ആ 2 എണ്ണം നല്ലപോലെ ഒന്ന് നോക്കണേ. അപ്പം നമുക്ക് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. അത് അറിയാവുന്നതിന് മുമ്പേ നിങ്ങളൊരു കുറച്ച് കാര്യങ്ങളൊന്ന് അറിയണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയമായാലും മലയാളം മീഡിയം ആണെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് ഡാഷ്, എന്താ നിങ്ങളെ, കോശങ്ങളാണ് കേട്ടോ, സെല്ല്. ആദ്യമായി കോശത്തെ കണ്ടെത്തിയത്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇത് ചോദിക്കുമ്പം, ആദ്യമായിട്ട് നമ്മുടെ കോശത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഏതിൽ നിന്ന്, ആ കോർക്കിനകത്തു നിന്ന് കേട്ടോ കണ്ടുപിടിച്ച റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക്. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറകൾ എന്നാണ്. ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻ, PSCക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യനുകളാണ്. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറകൾ എന്നാണ്. റോബർട്ട് ഹുക്ക് ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതി. എന്താ, കോർക്കിനകത്തുനിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ അറകളുണ്ടെന്നും ഒക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചു അല്ലേ. അദ്ദേഹം എന്നിട്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ പേരാണ് മൈക്രോഗ്രാഫിയ. 1665 അദ്ദേഹം ആ ബുക്ക് തയ്യാറാക്കിയത്. മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന ഒരു ബുക്ക് കണ്ടുപിടിച്ചത് ആരാവും നിങ്ങളെ, റോബർട്ട് ഹുക്കാണ്. തിരിച്ചും മറിച്ചും ചോദിക്കാം കേട്ടോ. അദ്ദേഹം എന്താണ് സെല്ലിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തവും അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളതെല്ലാം ആ ബുക്കിനകത്തുണ്ട്. മൈക്രോഗ്രാഫിയ എന്നാണ് ബുക്കിൻ്റെ പേര് കേട്ടോ. അതിനുശേഷം രണ്ടാമത് വന്ന ആള് എന്ത് ചെയ്യുന്നു, കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ കുളമെന്നാണ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. സ്റ്റഗ്നൻ്റ് വാട്ടറാണ് അല്ലേ, അത് കുടിക്കാൻ കൊള്ളത്തില്ലല്ലോ, സ്റ്റഗ്നൻ്റ് വാട്ടറാണ്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പം അദ്ദേഹം ആദ്യമായിട്ട് ജീവനുള്ള കോശത്തെ അദ്ദേഹം കണ്ടുപിടിച്ചു. നമ്മൾ ഈ മരത്തിൻ്റെ പാളി, അതായത് കോർക്കിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ അതിന് ജീവനില്ല, പക്ഷെ ഒരുപാട് അറയുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഇദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു, ആദ്യമായി ജീവനുള്ള കോശത്തെ കണ്ടെത്തിയ വ്യക്തി ആരാണ്, ആൻറ്റൺ വാൻ ലീവൻ ഹോക്കാണ്. പേര് നല്ലതുപോലെ പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാരുടെ. ആൻറ്റൺ വാൻ ലീവൻ ഹോക്കാണ് കേട്ടോ. ലീവൻ ഹോക്ക് എന്നാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫുൾ നെയിമാണിത്. കോശത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും അതാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് നമ്മുടെ ടെസ്റ്റിൽ ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഒരു 10 വൺ വേർഡ് ഞാൻ ആദ്യത്തെ അങ്ങ് എഴുതിയ കുഞ്ഞുങ്ങളെ കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. നമ്മളിപ്പോൾ കോശത്തെക്കുറിച്ച് അല്ലെ സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കോശത്തിന് എന്തുണ്ട്, അതായത് കോശം എന്താണെന്നൊക്കെ നമുക്ക് പടം അങ്ങോട്ട് ഇപ്പോൾ കാണാൻ പോകും. അപ്പോൾ കോശം നിങ്ങൾ എന്താണെന്ന് ഇപ്പോൾ ഒന്ന് അറിയുക. അതിനൊരു കേന്ദ്രമുണ്ടെന്ന്, അതിൻ്റെ പേര് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നാണ്. ഇങ്ങനെ വിളിച്ചത്, അതിനെ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ആരാണ്, റോബർട്ട് ബ്രൗൺ ആണ്. 1831 റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിനകത്തൊരു മർമ്മം ഉണ്ട്, കോശത്തിനകത്ത് കാണപ്പെടുന്ന ഒരു, അതായത് കോശത്തിനകത്തിലെ കേന്ദ്രം. ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി അങ്ങോട്ടുള്ള പേജിൽ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും അതിനകത്തിൽ മുട്ട പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകും നിങ്ങൾ, അത് മർമ്മമാണ് കേട്ടോ, ന്യൂക്ലിയസ് ആണ്. പിന്നെ സസ്യശരീരം
സസ്യങ്ങളുണ്ടല്ലോ, പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സ് കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഓരോരുത്തരും ഓരോ കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടിച്ചത് കേട്ടോ. കോശം ആദ്യമായിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. അദ്ദേഹം കോർക്കിലൂടെയാണ് അത് കണ്ടുപിടിച്ചത് അല്ലേ. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം അറകളാണ് കുഞ്ഞുങ്ങളെ. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് എഴുതി, മൈക്രോഗ്രാഫിയ. പിന്നെ സ്റ്റേഗ്നൻ്റ് വാട്ടർ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ ജീവനുള്ള ആദ്യമായിട്ട് ജീവനുള്ള കോശത്തെ കണ്ടുപിടിച്ചു ആൻഡൻ വാൻ ലീവൻഹോക്കാണ്. ഈ കോശത്തിനകത്ത് ഒരു കേന്ദ്രമുണ്ട്, അതിൻ്റെ പേര് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണെന്ന് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. ഇനി എല്ലാ പ്ലാന്റ്സ് മീൻസ് സസ്യങ്ങളിലും കോശം, സസ്യങ്ങളുടെ എല്ലാം ശരീരം കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ ആണ്. പേര് നല്ലതുപോലെ നോക്കണേ, MJ ഷ്ലീഡൻ ആണ് കേട്ടോ. 1838 MJ ഷ്ലീഡൻ ആണ് സസ്യങ്ങളുടെ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഈ സസ്യങ്ങളുടെ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയപ്പോഴേ അപ്പോൾ അടുത്ത ആളെന്ത് ചോദിക്കും, ജന്തുക്കൾ അല്ലേ, പ്ലാന്റ്സിൽ മാത്രമല്ല ആനിമൽസിലുണ്ടോ എന്നും കൂടെ കണ്ടുപിടിക്കത്തില്ലേ നിങ്ങളെ അല്ലേ. പ്ലാന്റ്സിൽ മാത്രമാണോ കോശങ്ങളുള്ളത്, അപ്പം ആനിമൽസിലും കാണത്തില്ലേ അല്ലേ, ആനിമൽസിൽ. അപ്പം ജന്തു ശരീരം കോശ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ആളാണ് തിയോഡർ ഷ്വാൻ എന്നാണ് കേട്ടോ. 1839 അതായത് പ്ലാന്റ്സിനകത്തിൽ കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചത് 38 ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജന്തു ശരീരത്തിലും കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതാരാണ്, തിയോഡർ ഷ്വാൻ. ഈ പേരുകൾ നല്ലതുപോലെ പഠിച്ചോണം. നമ്മളിപ്പോൾ ഒരു 5-6 പേരുടെ പേര് പഠിച്ചു. ഓരോരുത്തരും എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്. സെല്ല് കണ്ടുപിടിച്ചു അല്ലേ, പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അതായത് ജീവനുള്ള കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചു, പിന്നെ കോശത്തിനകത്തൊരു കേന്ദ്രമുണ്ടെന്ന് കണ്ടുപിടിച്ചു, സസ്യങ്ങളുടെ ശരീരത്തിൽ കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചു, ജന്തുക്കളുടെ ശരീരത്തിൽ കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചു. തിയോഡർ ഷ്വാൻ എന്നാണ് കേട്ടോ. ഇനി ഇത് ഇത്രയും ഇപ്പം പ്ലാന്റ്സിലും ആനിമൽസിലും കോശമുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ, സെല്ലുണ്ടെന്ന്. ആരൊക്കെയായിരുന്നു, MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടാണ് ഇത് രണ്ടും കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടി, അതായത് നമ്മുടെ MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടെ കൂടിയാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അത് മുതലാണ് നമ്മുടെ ടെസ്റ്റിൽ കിടക്കുന്നത് കേട്ടോ. കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത് ആരൊക്കെയാവും നിങ്ങളെ, MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനുമാണ് കേട്ടോ. 9. 10ാമത്തെ കോശ സിദ്ധാന്തം. നമ്മളിപ്പോൾ കോശ സിദ്ധാന്തം എന്താണെന്ന് നമുക്കിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഈ കോശ സിദ്ധാന്തം പ്ലാന്റ്സിലും ഉണ്ട് ആനിമൽസിലും ഉണ്ടെന്ന് ഇവർ രണ്ടുപേരും ഓരോ വർഷത്തെ വ്യത്യാസം കൊണ്ട് കണ്ടുപിടിച്ചു. പക്ഷേ ഇവർ പറഞ്ഞപ്പോൾ പിന്നീട് ഒരാളുടെ വന്നിട്ട് ഈ കോശ സിദ്ധാന്തത്തെ അങ്ങ് പുനരാവിഷ്കരിച്ചു. ആരാണ്, റുഡോൾഫ് വിർഷോ കേട്ടോ. പേരൊക്കെ നോക്കണേ, റുഡോൾഫ് വിർഷോ. അതായത് 1858 അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ, നമുക്കൊരു കോശം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ ഒരു കോശം, അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയൊരു കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. അതായത് നമ്മുടെ കോശ സെൽ തിയറിയെ വീണ്ടും എന്ത് ചെയ്തു, ഒന്ന് പുനരാവിഷ്കരിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. അദ്ദേഹം പറഞ്ഞ ഇപ്പം നിലവിലൊരു കോശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു കോശം ഉണ്ടാകുകയുള്ളൂ എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ്. ഈ 10 ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. നമ്മളിപ്പോൾ ആദ്യത്തെ ആ പേജിൽ ഒരു ഇച്ചിരി പഠിച്ചില്ലേ, അതിനകത്തിലെ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് നമുക്ക് നോക്കിയതാണ്ട് കോശവിജ്ഞാനീയത്തിൻ്റെ നാൾവഴികൾ കേട്ടോ എന്ന് പറയുന്ന ഒരു പേജ്. അതായത് ഹിസ്റ്ററി ഓഫ്, ഞാൻ ഈ മലയാളം പുസ്തകം വായിക്കുന്നെങ്കിലും നോട്ടെല്ലാം ഇംഗ്ലീഷും മലയാളവും കൂടാണ്. ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി, കോശവിജ്ഞാനീയത്തിൻ്റെ നാൾവഴികൾ. കോശവിജ്ഞാന മേഖലയിൽ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേര് നോക്കൂ നിങ്ങളെ. അടുത്ത് നമ്മൾ കുറേ പേരുടെ പേര് പഠിച്ചല്ലോ, നോക്കിക്കേ. 1838 നോക്കണേ, മാത്തിയാസ്, നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്, മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ അല്ലേ. ഷ്ലീഡൻ്റെ നമ്മളിപ്പോൾ വല്ലതും പഠിച്ചായിരുന്നോ, എന്തെങ്കിലും പഠിച്ചായിരുന്നോ ഷ്ലീഡൻ? അതെ, സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച വ്യക്തി നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. സസ്യങ്ങളിൽ കോശമുണ്ടെന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് MJ ഷ്ലീഡൻ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്, മാത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ എന്നാണ്. ഡിസ്കവേർഡ് ദാറ്റ് ആൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്, എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടി. അവിടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ടെസ്റ്റിനകത്തിൽ നടി ബോക്സ് കണ്ടല്ലോ നിങ്ങൾ, പേജ് നമ്പർ 135 1838
1838 കണ്ടോ കുഞ്ഞുങ്ങളെ. ഇതിനെക്കുറിച്ച് ചുരുക്കിയാണ് ഞാൻ ആ ഫസ്റ്റ് 10 എണ്ണത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? മാത്തിയാസ് ജേക്കബ് എന്നാണ്. ഷ്ലീഡൻ, പേരൊന്നുകൂടെ നോക്കണേ, ഷ്ലീഡൻ. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ്. 1838 എന്നാൽ പിറ്റേ വർഷം നമ്മൾ പറഞ്ഞായിരുന്നു 1839 അടുത്ത നമ്മുടെ തിയോഡർ ഷോൺ വന്നിട്ട് എന്ത് പറഞ്ഞു? ഡിസ്കവേർഡ് ദാറ്റ് ആൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്. എന്നാൽ 1800 അത് കഴിഞ്ഞ് 39 38 സസ്യങ്ങൾ, 39 ജന്തുക്കൾ. അത് കഴിഞ്ഞ് 1855 റുഡോൾഫ് വെർഷ്യൂ, ആ പേര് നോക്കണേ കുഞ്ഞുങ്ങൾ, വെർഷോ എന്നാണ് കേട്ടോ. CHOW എന്നുള്ളത് വെർഷോ എന്നാണ് കേട്ടോ. നമ്മൾ വെർച്ചോ CHO എന്ന് പറയണ്ട, വെർഷോ എന്നാണ് കേട്ടോ. അദ്ദേഹം ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ദാറ്റ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? റുഡോൾഫ് വെർഷ്യോ കേട്ടോ. നമ്മളിപ്പോൾ ആ 10 എണ്ണം പറഞ്ഞതിൽ ഇപ്പോൾ ഈ 3 എണ്ണം ടെസ്റ്റിൽ തന്ന 3 എണ്ണം ഉണ്ടായിരുന്നു. പ്ലാന്റ്സിനകത്തിലുണ്ടെന്നും ആനിമൽസിനകത്തിലുണ്ടെന്നും അതുപോലെ തന്നെ പുതിയ നിലവിലുള്ള ഒരു കോശങ്ങളിൽ നിന്നുമാണ് പുതിയൊരു കോശം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് റുഡോൾഫ് വെർഷ്യോ ആണ് കുഞ്ഞുങ്ങളെ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, ടെസ്റ്റിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ കുഞ്ഞുങ്ങളെ. 19-ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം. സെൽ തിയറി എന്നാൽ എന്താണ്? നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി? ഇത് കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അപ്പം നമുക്ക് എന്താണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്നാൽ എന്താണ്? നിങ്ങൾ ഫോണിൽ നോക്കുമ്പോഴേ കുറച്ചുകൂടെ സൂം ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇത് ഇച്ചിരി ബാക്കിലോട്ട് കാണിക്കുന്നത് എന്താണെന്ന് അറിയോ? പിന്നീട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ അല്ലെങ്കിൽ സൈഡൊക്കെ നിങ്ങൾക്ക് ചിലപ്പം മുറിഞ്ഞു പോകും. അപ്പം നിങ്ങൾ പഠിക്കാൻ നേരം ഒന്ന് സൂം ചെയ്ത് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ നോക്കിയേ, സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം. ആൾ ഓർഗാനിസം ആർ മെയ്ഡപ്പ് ഓഫ് 1 or more സെൽസ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൾ ഓർഗാനിസം, ജീവജാലങ്ങൾ എന്നാണ് കുഞ്ഞുങ്ങളെ ഓർഗാനിസം. ആൾ ഓർഗാനിസം, എല്ലാ ഓർഗാനിസവും, എല്ലാ ജീവജാലങ്ങളും 1 or more ഒന്നോ അതിലധികമോ സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെൽ തിയറിയുടെ ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. അത് നല്ലപോലെ എഴുതിയെടുക്കണേ. ഞാൻ നമ്പർ 3 പോയിന്റ് കേട്ടോ. ഒന്നാമത്തെ. രണ്ടാമത്തത്, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. 3, ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഈ 3 എണ്ണമാണ് സെൽ തിയറി. കോശ സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ 3 മാർഗമായിരിക്കും, 3 പോയിന്റിന്. അപ്പം നമ്മൾ ഓരോന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. കോശം എന്താന്ന് കണ്ടുപിടിച്ചത് ആരാണ് അല്ലേ? കോശം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോശത്തിനകത്തൊരു കേന്ദ്രമുണ്ടെന്ന് പറഞ്ഞു, അത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്. പിന്നെ സസ്യങ്ങളിൽ കോശമുണ്ടെന്ന് പറഞ്ഞു MJ ഷ്ലീഡന്. ജന്തുക്കളിൽ കോശമുണ്ടെന്ന് പറഞ്ഞു തിയോഡർ ഷ്വാന്. ഇനി ഇത് രണ്ടുപേരും കൂടെ കൂടി എന്ത് പറഞ്ഞു? ഇത് രണ്ടുപേരുടെ കൂടിയാണ് നമ്മുടെ ഈ സെൽ തിയറി തയ്യാറാക്കിയത് കേട്ടോ. MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും കൂടെ കൂടിയാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാൽ പിന്നീട് ഈ കോശ സിദ്ധാന്തത്തിനെ വേറൊരാൾ വന്ന് അങ്ങ് പുനരാവിഷ്കരിച്ചു. ആരാണ്? റുഡോൾഫ് വെർഷ്യോ അല്ലെ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടു എന്ന് കണ്ടുപിടിച്ചു അല്ലേ. ആരാണ്? റുഡോൾഫ് വെർഷ്യോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്ര സെൽ തിയറി വരെ ഓക്കെ ആണോ? എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആശയം തെളിയിക്കുന്ന നിരീക്ഷണ പരീക്ഷണ പ്രവർത്തനങ്ങൾ ചർച്ചയിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട് ആണ് സെൽ തിയറി. അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് ഇപ്പുറത്തെ പേജ് ഒക്കെ സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധതരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാവും നിങ്ങളെ കണ്ടുപിടിക്കുന്നത്? മൈക്രോസ്കോപ്പ് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതിനായി സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ.
സാധാരണയായി മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നത് അതിലുള്ള ലെൻസുകളാണ് അല്ലേ. നമ്മൾ അതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താ? മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണത്തില്ലേ കുഞ്ഞുങ്ങളെ, അത് നമുക്ക് പ്രകാശം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. അതായത് മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയും. എത്ര? 0.2 മില്ലിമീറ്റർ അകലെയാണ്, മില്ലിമീറ്റർ ആണ് അകലെ ഉള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. എന്നാൽ പിന്നോ ഈ ദൂരമാണ് കണ്ണിലെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ നമ്മൾ വേർതിരിച്ച് കാണാൻ നമുക്ക് ലെൻസിൻ്റെ ആവശ്യമുണ്ട്. ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 10 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാം. എന്നാൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലിപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ മൈക്രോസ്കോപ്പും ഇത് കണ്ടോ നിങ്ങളെ, സിമ്പിളും അതുപോലെ കോമ്പൗണ്ട് ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്ലൈഡ് നിരീക്ഷിക്കുന്നതിൽ അതായത് നമുക്ക് ഈ പറയുന്നത് നമ്മുടെ ഈ പടം നോക്കി എഴുതാനാട്ടോ. പടത്തിലൂടെ ഇവിടെ ഒരു മൈക്രോസ്കോപ്പിന്റെ പടം കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതിന് മുമ്പേ നമുക്ക് ഇനി നോട്ട് ഉണ്ടെങ്കിൽ എഴുതാം. നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്തത്ര സൂക്ഷ്മമായ വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പ് എന്നാൽ എന്തെന്ന് എന്തായാലും ചോദിക്കത്തില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഈ സൂക്ഷ്മദർശിനി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് എന്നാൽ എന്താണ്? നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അതായത് നമ്മൾ നേരിട്ട് ഇങ്ങനെ നോക്കിയാൽ, അതാ ഉദ്ദേശിക്കുന്നത്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനാവത്തില്ല എന്ന കേട്ടോ, കാണാനാവാത്തത്ര സൂക്ഷ്മമായ ഏറ്റവും ചെറിയ വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ സൂക്ഷ്മദർശിനി കേട്ടോ. ഈ സൂക്ഷ്മദർശിനിയെക്കുറിച്ചാണ് നമ്മളിപ്പം ടെസ്റ്റിൽ ചോദിച്ചത്. എന്താണ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ്? ആ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് ഒൺലി വൺ ലെൻസ് കേട്ടോ. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ടെസ്റ്റിലെ പടം നോക്കിയേ, അതിനകത്തിൽ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് മോർ ദാൻ വൺ ലെൻസ് അല്ലേ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നിലധികം ലെൻസുകൾ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് പഠിച്ചല്ലോ, സിമ്പിളും കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ആ ടെസ്റ്റിനകത്തിലെ പടം വരച്ച് നിങ്ങളുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഏറ്റവും ടോപ്പിലെ ആ കറുത്തതിനെ ഐ പീസ് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കത്തില്ലേ, കണ്ണുകൊണ്ട് നമ്മൾ നോക്കത്തില്ല, ഐ പീസാണ്. അതിന് തൊട്ട് താഴെ കൊടുക്കുന്നത് അതിൻ്റെ ട്യൂബാണ്, ബോഡി ട്യൂബ് കേട്ടോ. എല്ലാത്തിൻ്റെ ഇവിടെ ബോഡി ട്യൂബ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഉണ്ട് കേട്ടോ. കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പം നോക്കുമ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് പെട്ടെന്ന് നോക്കുമ്പം ഇവിടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ തൊട്ട് പിറയിലായിട്ട് ഒരു ചെറിയ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടോ, അത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നമ്മൾ എന്തുവാണോ അതിൻ്റെ ഇവിടെ കാണാൻ വെച്ചിരിക്കുന്നത് അത് എത്ര ഇതിലിട്ടാൽ അതിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് കറക്റ്റ് ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ. എത്ര വരെ ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിലാണ് വെച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ അതിനെ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് വെച്ചാണ് കേട്ടോ. തിരിഞ്ഞു പോകലെ ഐ പീസ്, ബോഡി ട്യൂബ്, പിന്നെ ഇത് കോഴ്സാണ്, COARS, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. പിന്നെ ഇത് അതിൻ്റെ തൊട്ട് പിറകിൽ കാണുന്ന ചെറുത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. പിന്നെ ഇവിടെ രണ്ടെണ്ണം കണ്ടോ, ഇത് ഇതിൻ്റെ ലെൻസുകളാണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് പറയുന്നത്, ഒബ്ജക്റ്റീവ് ലെൻസ്. പിന്നെ ഇവിടെ ഒരു കറുത്ത വട്ടത്തിൽ ഇതിൻ്റെ എല്ലാം ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അപ്പേർച്ചർ എന്ന് പറയും കേട്ടോ. അപ്പേർച്ചർ, APERTURE അപ്പേർച്ചർ. ഇനി അതിൻ്റെ ആ വലിയ കറുത്ത ബോക്സ് സ്റ്റേജാണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നൊക്കെ പറയാം, സ്റ്റേജാണ് കേട്ടോ. സ്റ്റേജ്, അപ്പേർച്ചർ, സ്റ്റേജ്. അതിൻ്റെ തൊട്ട് താഴെ കറുത്തതാണ്ട് ഈ വലിയ നമ്മൾ കറങ്ങുന്ന പോലെ ഒരെണ്ണം സാധനം ഇരിക്കുന്നത്, അത് കണ്ടൻസറാണ് കേട്ടോ.
കണ്ടൻസർ. അതിൻ്റെ തൊട്ട് താഴെ ഇത് മിററാണ്. ലൈറ്റ് എന്താ സോഴ്സ്. ഇതിനകത്തിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതിന് പ്രകാശം നമ്മളിവിടെ എവിടെയാണോ ലൈറ്റ് ഇട്ടേക്കുന്നത് അല്ലേ, ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റിനകത്തിൽ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ മിററിലൂടെയാണ് ഇങ്ങോട്ടുള്ള പ്രകാശം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് അതിൻ്റെ ബേസാണ് എന്ന് വെച്ചാൽ അത് വെക്കാനുള്ള നമുക്ക് കാണുമ്പോഴേ അറിയാം എല്ലാത്തിനും ഒരു ബേസ് ഉണ്ടല്ലോ അല്ലേ. ആ ബേസാണ് ഏറ്റവും താഴെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ്. ആ പടം കണ്ട് നിങ്ങളുടെ അടയാളപ്പെടുത്താൻ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെയും ടെസ്റ്റിൽ ഈ മൈക്രോസ്കോപ്പിൻ്റെ പടം വരയ്ക്കാനും ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളെ, മാഗ്നിഫിക്കേഷൻ പവർ, ആവർത്തന ശേഷി എന്നാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ പവർ, ആവർത്തന ശേഷി. മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു മാഗ്നിഫൈ ഒബ്ജക്ട്സ് ഇഫ് ഐപീസ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് ടു 10x. എക്സ് എന്ന് വെച്ചാൽ ടൈംസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് മാഗ്നിഫൈസ് ഇൻറ്റു 40x ആണെങ്കിലോ 40 ടൈംസ്, 40 തവണ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, 10 മടങ്ങ് 40 തവണ എന്നൊക്കെ. ആൻഡ് മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ദ ലെൻസ് ഈസ് 400 ടൈംസ്. വല്ലോ മനസ്സിലായോ? മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് ഇറ്റ്സ് എബിലിറ്റി ടു മാഗ്നിഫൈ ഒബ്ജക്റ്റ് എന്ന് വെച്ചാലേ, and അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ മലയാളം കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വസ്തുക്കളെ നമുക്ക് വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവിനെയാണ് അതിൻ്റെ ആവർത്തന ശേഷി. മാഗ്നിഫിക്കേഷൻ പവറിൻ്റെ മലയാളം എന്താ? ആവർത്തന ശേഷി എന്നാണ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണ് അതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഈ ഐ പീസ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ്, നമ്മൾ നിരീക്ഷണ വസ്തുവിനെ അല്ലേ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഐ പീസ് ലെൻസ് നമ്മൾ 10x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 ഇരട്ടി എന്നാണ് കേട്ടോ. 10 ഇരട്ടി വലുതാക്കുകയും, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണാൻ വേണ്ടി അല്ലേ, ചെറിയ വസ്തുക്കളെ അല്ലേ കുഞ്ഞുങ്ങളെ നമ്മൾ വെക്കുന്നത്, അപ്പോൾ അതിനെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ലെൻസ് ഉപയോഗിച്ച് അതിനെ 10 ഇരട്ടി വലുതാക്കുകയും, ഒബ്ജക്റ്റീവ് ലെൻസ് അപ്പോൾ എത്ര, ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും അറിയാതെ പടം നോക്കിയിട്ട് വേണം. ഒബ്ജക്റ്റീവ് ലെൻസ് അപ്പോൾ എത്ര ആവും? 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഐ പീസ് ലെൻസ് 10 ഇരട്ടിയും ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടിയും നമ്മൾ വലുതാക്കുകയാണെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എത്ര ആയിരിക്കുമെന്നറിയോ? 400 ഇരട്ടി, 400 ഇരട്ടി ആയിരിക്കുമെന്ന്. അല്ലോ മനസ്സിലായോ? നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു, ഇച്ചിരി ബ്ലഡോ അല്ലെങ്കിൽ ഈ ഒനിയൻ്റെ ഒക്കെ പീലെടുത്തിട്ട് നോക്കാനൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ അത് കാണിക്കും കേട്ടോ. നിങ്ങളെ ലാബിൽ കൊണ്ടുപോകും. അപ്പം നിങ്ങൾ കൊണ്ടുപോയില്ലേ പറയണം കേട്ടോ, ലാബിൽ കൊണ്ടുപോയി ഇത് കാണിക്കാൻ പറയണം. കാരണം എന്താണെന്ന് അറിയണ്ടേ കുഞ്ഞുങ്ങളെ? നിരീക്ഷണം. ഇപ്പം ഐ പീസ് ലെൻസ് നമ്മൾ ആ പടത്തിൽ ഇപ്പോൾ പഠിച്ചു അല്ലേ, ഐ പീസ് ലെൻസ് 10 ഇരട്ടി ആകുമ്പം ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടിയായിട്ട് വലുതാക്കി കൊടുക്കുന്നു എങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി അല്ലേ, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 400x ആയിരിക്കും. ടെസ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ മാഗ്നിഫിക്കേഷൻ പവർ എന്തുവാണെന്ന്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് എന്നാൽ എന്തെന്ന് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. 2 തരത്തിലുണ്ട്, സിമ്പിളുമുണ്ട്, കോമ്പൗണ്ടും ഉണ്ട്. മാഗ്നിഫിക്കേഷൻ പവർ എന്നാൽ എന്ത് കേട്ടോ, ഇതൊക്കെ നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്, അതിൻ്റെ ഫംഗ്ഷനുകളും നമുക്ക് എളുപ്പം നോക്കാൻ തോന്നിയില്ലേ. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു അല്ലേ. ഒന്നാമത്തെയാണ് ഐ പീസ് ലെൻസ്. ഐ പീസ് ലെൻസ് മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്, ഐ പീസ് ലെൻസ് എന്താണെന്നുണ്ട്. ഐ പീസ് ലെൻസ് പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് അതുകൊണ്ട് ഇതിലേക്കൂടാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്കൂടെ നോക്കി എവിടെ വരണം, എവിടെ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഇവിടെ വരണം കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിൽ വരണം കേട്ടോ. ഇപ്പോൾ പടം നോക്കണേ. മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ വീണ്ടും അത് വലുതാക്കുന്നു. ആരാ? മാഗ്നിഫൈസ് ദ ഇമേജ്, ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ, അതിനല്ലേ ലെൻസ് വെച്ചേക്കുന്നത് അല്ലേ, അതിനെ വീണ്ടും വലുതാക്കുന്നു. എന്നാൽ ബോഡി ട്യൂബോ, അതിൻ്റെ ആ ട്യൂബ് നമ്മൾ പറഞ്ഞല്ലോ, ബോഡി ട്യൂബ് ഹോൾഡ് ദ ഐ പീസ് ആൻഡ് കണക്ട് ഇറ്റ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഹോൾഡ് ചെയ്യുകയെന്ന് വെച്ചാൽ പിടിച്ചു വെച്ചിട്ട് ഒബ്ജക്റ്റീവ് ലെൻസുമായിട്ട് ബന്ധിപ്പിക്കുന്നു കേട്ടോ. മലയാളം എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ. അടുത്ത ഒബ്ജക്റ്റീവ് ലെൻസ് എന്തോ നിങ്ങളെ, ഒബ്ജക്റ്റീവ് ലെൻസ് അത് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ് ഓൺ ദ സ്ലൈഡ്. ഈ സ്ലൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വസ്തുവിനെ വലുതാക്കി കാണിക്കുന്നു. സ്ലൈഡൊക്കെ എന്തോന്ന് അറിയാമല്ലോ, സ്ലൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വസ്തുവിനെ വലുതാക്കി കാണിക്കുന്നു
കേട്ടോ. സ്ലൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഏതായിട്ട് ആ വട്ടത്തിലുള്ള സാധനം കേട്ടോ. അതിനെ അത് വലുതാക്കി കാണാൻ പറ്റുന്നു. അടുത്ത നോബ് എന്താണ് നോബ്സുകൾ. നോബ്സ് എന്ന് വെച്ചാൽ ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലെൻസ് ടു ഫോക്കസ് ദ ഒബ്ജക്റ്റ്. നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസുകളെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നോബുകൾ. നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസുകളെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നോബ്സുകൾ. ഇനി അതിൻ്റെ താഴെ ബേസ് പറഞ്ഞു അല്ലേ. ബേസ് എന്താണ്? സപ്പോർട്ട് ദ മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പിനെ ഇരുത്തുന്നത് അല്ലേ, അതുണ്ടെങ്കിലല്ലേ അത് ഇരിക്കാൻ പറ്റും. ഒന്ന് പിന്തുണയ്ക്കുന്നു അല്ലേ. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ പിന്തുണയ്ക്കുന്നു. സ്റ്റേജ് ക്ലിപ്സ് എന്തായിരുന്നു നിങ്ങളെ? സ്റ്റേജിലെ ക്ലിപ്സുകൾ നമ്മൾ പറഞ്ഞില്ലേ. സ്റ്റേജ് അതായത് ഹോൾഡ് ദ സ്ലൈഡ് ഫേമിലി ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ അതിനെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റേജൊക്കെ നമ്മൾ എഴുതിയായിരുന്നല്ലോ. സ്റ്റേജൊക്കെ എന്തോന്ന് അറിയാമോ? ഏതാണ്ട് സ്റ്റേജ് ആണ്ട് ഈ ഭാഗത്തിന് പറയുന്നത് കേട്ടോ. സ്റ്റേജ് നമ്മുടെ പരിപാടി നടത്തുന്ന സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സ്റ്റേജിലാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ. അപ്പം ബേസ് ഓരോന്ന് ഓർത്തോണേ. ഫസ്റ്റ് ഏതായിരുന്നു? ഐ പീസ് ലെൻസ്, ഓക്കെ, ബോഡി ട്യൂബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, നോബ്സുകൾ, ബേസുകൾ, സ്റ്റേജ് ക്ലിപ്സുകൾ. ഇനി ഒരെണ്ണോടുണ്ട് കുഞ്ഞുങ്ങളെ, ഒന്നല്ല, കോഴ്സ് അഡ്ജസ്റ്റീവ്. ഇത് പ്രധാനപ്പെട്ട കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, പരിക്കൻ ക്രമീകരണ നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൂവ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ റഫ് ഫോക്കസിങ്. റഫായിട്ട് നമുക്ക് ഫോക്കസിനായിട്ട് സ്റ്റേജ് മുകളിലേക്കും താഴേക്കും അത് നീക്കുന്നു. നമുക്ക് കാണാൻ സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ഫോക്കസ് മുകളിലോട്ടും താഴോട്ടും നീക്കുന്നത് കേട്ടോ. മൂവ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ റഫ് ഫോക്കസിങ്. ഇനി ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബോ, അതെന്താ ചെയ്യുന്നത്? ഷാർപ്പ്നെസ് ദ ഇമേജ്, നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫൈൻ അഡ്ജസ്റ്റ് നോബ്. നന്നായിട്ട് നമുക്കത് ഷാർപ്പായിട്ട് എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് നന്നായിട്ട് നമുക്ക് ആ ഇമേജിനെ കാണാൻ പറ്റും. മിറർ എന്ന് വെച്ചാൽ കണ്ണാടി എന്തിനായിരുന്നു അവിടെ കൊടുത്തത്? റിഫ്ലക്റ്റ് ദ ലൈറ്റ് ടു ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. ആ സ്റ്റേജിലെ സ്ലൈഡിലേക്ക് പ്രകാശം എവിടെയാണോ അത് ആ മിറർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കാണിക്കുന്നത് കേട്ടോ. സ്റ്റേജിലെ സ്ലൈഡിലേക്ക് പ്രകാശം പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. നമ്മൾ ഇവിടെ വരെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നിട്ട് നമുക്ക് പാർട്ട് 2 ഇടാം. പാർട്ട് 1 നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പാർട്ട് 2 ഇടാം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമുക്ക് ഇനിയും പാഠങ്ങൾ മുന്നോട്ട് പോകണ്ടേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്